എന്റെ ആദ്യത്തെ വീഡിയോ ആണ്. അനിലിസിസ് എന്ന് പറഞ്ഞ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അതുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് അനിൽ സി ശിവരാമൻ എന്നാണ്. ഞാൻ കുറെ കാലമായിട്ട് പലരുമായിട്ട് സംവദിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളത് വെച്ച് അത് ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം അവരെന്നോട് നിരന്തരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പലരും പല പ്രാവശ്യവും ആവശ്യപ്പെട്ട അനുസരിച്ച് ഞാനിങ്ങനെ പലരുമായിട്ട് സംസാരിച്ചിട്ടുള്ളതും പലരോട് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും പലരുടെ സംശയങ്ങൾക്കും ഉത്തരം നൽകിയിട്ടുള്ളത് അത് അവർക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ളതുകൊണ്ടും അവരെല്ലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ പൊതുവായി സംവദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോഴ് നമ്മുടെ ചോദ്യം വീണ്ടും വരുന്നു, ഭർത്താക്കന്മാരുടെ ചോറ് തിന്നുന്ന ഭാര്യമാരെ പറ്റി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. നമുക്ക് അതിനെപ്പറ്റി ഒരു വിശകലനം നടത്തി നോക്കാം. ഭർത്താക്കന്മാരുടെ ചോറ് തിന്നുന്നവര് എന്ന് പറയുന്ന ആ ടേം എത്രമാത്രം ശരിയാണ് എന്ന് നോക്കാൻ, അല്ലെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചത്, എന്റെ കുട്ടിക്കാലം തൊട്ടേ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവള് അവന്റെ ചോറല്ലേ തിന്നുന്നത്. അത് അമ്മാവിയമ്മമാര് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. നാത്തൂമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തിനേറെ ഭർത്താക്കന്മാര് നേരിട്ട് പറയുന്നതും ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. പല ഭാര്യമാരും സംഭാഷണ മധ്യേ ഇത്തരം കാര്യങ്ങൾ പറയുന്നതായിട്ട് നമ്മൾ സിനിമയിൽ കേൾക്കുന്നു, നിത്യജീവിതത്തിൽ കേൾക്കുന്നു. അപ്പൊ ഞാൻ ഇത് പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. ഭർത്താക്കന്മാരുടെ ചോറ് തിന്നുന്നവര്, അപ്പൊ ഈ ഭാര്യമാർക്ക് എന്തോ ജോലി? പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഭർത്താക്കന്മാരുടെ ചോറ് തിന്നുന്നു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഭാര്യമാർക്ക് എന്താ ജോലി? അപ്പൊ അന്ന് ഞാൻ ആലോചിക്കും, ഒരുപാട് കാലം ഞാൻ ആലോചിച്ചു, ഇതെന്താ ഭാര്യമാർക്ക് എന്താ ജോലി? ഒരു വലിയൊരു സത്യം പറയാന്ന് പറഞ്ഞാൽ എനിക്കും മനസ്സിലായിട്ടില്ല, ഭാര്യമാർക്ക് എന്താ ജോലി, അത് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാന് കല്യാണമൊക്കെ കഴിച്ചു, എനിക്ക് കുട്ടികളാകുന്നു. അങ്ങനെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈഫിന് യൂട്രസിന് ഒരു കംപ്ലൈന്റ് ഉണ്ടാകും. ആ വൈഫ് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ബ്ലീഡിങ് കൂടുതലാണ്, പിന്നെ അതിന് ഇങ്ങനെ വേദനയുണ്ട്, മറ്റുണ്ട് മറിച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഡോക്ടറെ കാണുന്നു, സംസാരിക്കുന്നു. അപ്പൊ ഡോക്ടർ അയാള് വൈഫായിട്ട് സംസാരിക്കുന്നു, അങ്ങനെ മരുന്ന് കുടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഇത് ഇങ്ങനെ കൂടിക്കൂടി വരിക. കാരണം കൂടിക്കൂടി വരുമ്പോൾ എന്തോ ഫൈബ്രോയിഡ്, അതുകൂടാതെ പ്രൊലാപ്സ് എന്ന് പറയുന്ന സംഭവം, അത് സ്ത്രീകൾക്ക് അറിയാൻ സാധിക്കും. ഇപ്പൊ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗ്രോത്ത് ഉണ്ടാകുന്നത്. പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ ഈ യൂട്രസ് അതിന്റെ സ്ഥാനം കുറച്ചുകൂടി താന്നു വരുന്നതിന് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും വൈഫിനുണ്ട്. അപ്പൊ യൂട്രസിന് കുറച്ച് ശക്തമായിട്ടുള്ള കംപ്ലൈന്റ് ആണ് ഈ പറയുന്നത്. അങ്ങനെ ഞാൻ ഈ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ പിന്നെ മെൻസ്ട്രേഷൻ പീരീഡിൽ വൈഫ് ഇങ്ങനെ വളരെ മൂടിയായിട്ട്, ഒട്ടും സന്തോഷമില്ലാതെ, ഒരു ദുഃഖത്തില് ഒക്കെ ഞാൻ നടക്കും. അപ്പൊ നമ്മൾ പറയും നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. അങ്ങനെ പറയും വേണ്ട, പിന്നെ പോവാം. വീണ്ടും നമ്മൾ പറയും ഡോക്ടറെ അടുത്ത് പോവാം, വേണ്ട നമുക്ക് പിന്നെ പോവാം. ഇത് തന്നെ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ വൈഫിന് ജോലി കഴിഞ്ഞൊരു സമയമില്ല. അതായത് അങ്ങനെ ഒരു ദിവസം വളരെയധികം ഇതിന്റെ ഇന്റൻസിറ്റി കൂടുകയും നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഗൈനക്കോളജിസ്റ്റ് എടുത്ത് നമ്മുടെ സ്ഥലത്തുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഫൈബ്രോയിഡും പ്രൊലാപ്സും ഉണ്ട്, അതുകൊണ്ട് ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് സർജറി നടത്തുന്നു. അപ്പൊ വൈഫ് എന്നെ നോക്കി. അപ്പൊ ഞാൻ തല കുലുക്കി, എന്താ നടത്തിക്കൂടെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അതങ്ങനെ എന്താ? ഡോക്ടർ പറഞ്ഞ അത് അങ്ങനെയല്ല, ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾ കാര്യം ചെയ്യും, ഒന്ന് ആലോചിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പുറത്തിരുന്നപ്പം വൈഫ് എന്നോട് പറഞ്ഞു, പിള്ളേർക്കൊക്കെ പരീക്ഷ വരിക 2 മാസമേ ഉള്ളൂ, 2 മാസം കഴിഞ്ഞാൽ പരീക്ഷ വരിക, അങ്ങനെ നമുക്കൊരു 3 മാസം കഴിഞ്ഞ്. ഞാൻ ആലോചിച്ചപ്പോ 3 മാസമല്ല, ഒരു 3.5 മാസത്തോളം ഉണ്ട്. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞ് അത് വേണ്ട, ഇത് ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് പോയാന്നല്ലേ ഡോക്ടർ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ നടത്താം. എന്നാ ശരി, നമുക്ക് ഡോക്ടറോട് സംസാരിക്കാം. ഡോക്ടറെ അടുത്ത് നിന്ന് എന്താ തീരുമാനിച്ചാൽ നമുക്ക് വ്യാഴാഴ്ച സർജറി നടത്തിക്കൂടെ? അപ്പോഴത്തേക്ക് വൈഫിന്റെ മുഖത്ത് ഭയങ്കരമായ ഒരു ഇടിവെട്ടേറ്റ പോലെ ഞാൻ മുഖത്തോട്ട് നോക്കിയപ്പോൾ കാണുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണം, ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, ഇത് ഹീമോഗ്ലോബിനൊക്കെ ഒരുപാട് കുറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇങ്ങനെ വൈഫ് പറയുന്നു പറഞ്ഞാൽ 3.5 മാസം കഴിഞ്ഞ് ചെയ്യാൻ നമുക്ക്. അപ്പൊ ഡോക്ടർ കുറച്ച് പിന്നെ ചൂടായിട്ടൊക്കെ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, അങ്ങനെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു എന്ത് ഡോക്ടറെ? അന്നേരം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാനൊരു ടാബ്ലറ്റിന് എഴുതില്ല, ഇത് എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും രാത്രിയിലും കഴിക്കണം, 3 നേരം കഴിക്കണം, 8 മണിക്കൂർ ഇടവിട്ട് കഴിക്കണം.
കഴിച്ചിട്ട് ഇത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പാടില്ല. ഞാൻ പറഞ്ഞു അതെന്താ നിർത്താൻ പാടില്ല, ജീവിതാവസാനം വരെ കഴിക്കേണ്ടി വരും. പറഞ്ഞു അല്ല, ഇത് സർജറി എന്ന് നടത്തുന്നു, അതിനുശേഷം നിർത്താൻ പാടും, അല്ലെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസസ് വളരെ വലുതായിരിക്കും പറഞ്ഞു. അപ്പൊ നമ്മള് ആകെ വിഷമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാനൊന്ന് വൈഫായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ വൈഫായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇതിങ്ങനെ എങ്ങനെ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പ്രാവശ്യം നമുക്ക് പിള്ളേരെന്നാ ഈ പ്രാവശ്യം എക്സാം എഴുതണ്ട, അങ്ങനെ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് ഇങ്ങനെ സംസാരങ്ങൾ നീണ്ടുപോയാ. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ ഇയാൾക്ക് എന്നെ വിശ്വാസം ഇല്ലയോ, ഞാനിതെല്ലാം മാനേജ് ചെയ്തോളാന്നല്ലേ പറയുന്നത്. അങ്ങനെ ആക്കി ഞാൻ പറയാം നമുക്ക് ജോലിക്കാരെ വെക്കാം. ജോലിക്കാരെ വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം കൂടെ 2 ജോലിക്കാരെ വെക്കണ്ടേ, അമ്മയുടെ കാര്യം നോക്കാനല്ലേ ഒരു ഹോം നേഴ്സ് വരത്തുള്ളൂ, പിന്നെ എന്താ ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയൊരു കാര്യം ചെയ്യും, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. നല്ല കാര്യമായി, എന്നാ പിന്നെ പട്ട ഇത് എങ്ങനെ നടക്കുന്ന പറയുന്നത്, പിള്ളേർ കളിയാന്ന് വിചാരിച്ചിരിക്കാനോ? നിങ്ങൾക്കൊന്നും ഒരു വിലയില്ല, ഈ അടുക്കള ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഒരു വിലയില്ല. അപ്പൊ ഞാൻ അങ്ങനെ പറയാൻ കാര്യം, ഞാൻ പറഞ്ഞത് അടുക്കള ജോലി എന്തോ അത്ര വലിയ കാര്യമാണ്. അടുക്കള ജോലി ഞാൻ ചെയ്യാവിടെ, എന്നാലും ഇതിപ്പോ സർജറി നടത്താം. ഇത് ജീവന്റെ പ്രശ്നമല്ലേ നമ്മൾ പറയുന്നത്, ഒന്നും കേൾക്കാറുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് കാര്യം ചെയ്യും, ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട, ഇതുവരെ നീ പറഞ്ഞെല്ലാം ഞാൻ കേട്ടു, ഇനിയിപ്പോ എന്റെ ഒരു തീരുമാനം എടുക്കാൻ പോവുക. സർജറി നിനക്ക് ഒരു സാവകാശം തന്നിട്ട് ഡോക്ടറോട് സംസാരിച്ച് ഒരു സർജറി നടത്താൻ തീരുമാനിക്കുന്നു. ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റമില്ല. എന്തായാലും സർജറി നടത്തിയേ പറ്റത്തുള്ളൂന്നല്ലേ ഡോക്ടർ പറയുന്നത്. വേണമെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ ഇവര് മെഡിക്കൽ കോളേജിൽ റിട്ടയർ ചെയ്ത ഒരു വലിയ ഡോക്ടറാണ്, ഇവർക്ക് എത്രയോ ദശാബ്ദ കാലത്തെ പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അതുകൊണ്ട് ഈ ഡോക്ടർ മാത്രമല്ല, ഈ ഡോക്ടറെ പറ്റി നമ്മൾ നല്ല അഭിപ്രായങ്ങളല്ലേ കേൾക്കുന്നത് പൊതുവെ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നടത്താൻ ഞാൻ തീരുമാനിച്ചു, തീർച്ചയായിട്ടും നടത്തിയേ പറ്റത്തുള്ളൂ, അതിന് യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. അപ്പം വൈഫ് പറഞ്ഞു ഈ നോക്കുമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? ഞാൻ പറഞ്ഞു അത് നടക്കും, ഞാനല്ലേ വാക്ക് പറയുന്നത്, ഞാൻ ഏതെങ്കിലും വാക്ക് തന്നിട്ട് ഇതുവരെ പാലിക്കാതിരുന്നിട്ടുണ്ടോ? നടക്കും. അങ്ങനെ ചെല്ലുന്നു, ഡോക്ടറോട് പറയുന്നു, ഡോക്ടർ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ആ ദിവസം സർജറി നടന്നിട്ടാ പിന്നെ കളി. സർജറി നടന്നു കഴിഞ്ഞാൽ ഒരു ചമ്മന്തി പോലും വരയ്ക്കാൻ അറിഞ്ഞൂടാത്ത വ്യക്തിയാണ് ഞാൻ. കാരണം പണ്ടോട്ടെ നമ്മൾ ഞാൻ അടുക്കളയിൽ കയറുന്നില്ല, അടുക്കളയിൽ പിന്നെ നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നില്ല, ചായ മാത്രം ഇട്ട് ശീലമുണ്ട്, വേറെ ഒന്നും അറിഞ്ഞൂടാ. അപ്പോഴത്തേക്ക് ഈ സർജറി നടന്ന ദിവസങ്ങളിലും അതിനോട് അനുബന്ധിച്ചുള്ള 5 ദിവസങ്ങളിലും ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം മേടിച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ആ 5 ദിവസത്തേക്ക് അമ്മയെ മാറ്റി നിർത്തി. 5 ദിവസം കഴിഞ്ഞപ്പോ വീട്ടിൽ വൈഫ് വന്നു. അന്ന് തന്നെ ആ അമ്മയെ 5 ദിവസം നോക്കിയ ആൾക്കാർ നമ്മളെ വീട്ടിൽ അമ്മയെ തിരിച്ചുണ്ടാക്കി. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് അടുക്കള കാര്യങ്ങൾ നോക്കാൻ തീരുമാനിച്ചു. അപ്പൊ ആലോചിക്കുക, സുഖമില്ലാതിരിക്കുന്ന അമ്മ മേജർ സർജറി കഴിഞ്ഞ് വന്നെത്തിയ വൈഫ്, രണ്ടുപേരും ഉണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകുന്നു. അപ്പൊ ഞാൻ അന്നേരമാണ് ഞാൻ അടുക്കളക്കാരനായി മാറാൻ തീരുമാനിക്കുകയും അതിന് അച്ച കെട്ടി ഇറങ്ങുകയും ചെയ്തു. അപ്പൊ ഞാൻ വൈഫിനോട് ചോദിച്ചു, ദോശ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം, ഇഡ്ഡലി ഉണ്ടാക്കാൻ എങ്ങനെയാ ചെയ്യേണ്ടത്, എത്ര അരി എടുക്കണം, എത്ര ഉഴുന്നെടുക്കണം, സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം, അങ്ങനെ ഇതെല്ലാം ഞാനൊരു ബുക്കിനകത്ത് എഴുതി, കംപ്ലീറ്റ് കാര്യങ്ങൾ ബുക്കിനകത്ത് എഴുതിയിട്ട് വൈഫ് കിടക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം ഒരു പാത്രത്തിനകത്ത് എടുത്തുകൊണ്ട് ചെന്ന് ആദ്യത്തെ ദിവസം ഇതെല്ലാം ഈ ബോട്ടിനകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുചെന്ന് തൊട്ടടുത്ത് കിടക്കുന്ന കട്ടിനകത്ത് വെച്ചിട്ട് ഓരോന്നും വൈഫ് പറയുന്ന അനുസരിച്ച് ആ സാധനങ്ങളെല്ലാം എടുത്ത് മുളക് പൊടിയായാലും മല്ലിപ്പൊടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പൊ ഞാൻ വിചാരിക്കുന്ന പറഞ്ഞാൽ ഇവരൊക്കെ രാവിലെ തുടങ്ങി രാത്രി 11 മണി വരെയൊക്കെ നിൽക്കുന്ന എന്ത് കാര്യം, ഇതിന്റെയൊക്കെ കാര്യം എന്തുവാ? ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് വൈഫിനോട്, എന്തുവിടെ രാവിലെ അടുക്കള കയറിയ രാത്രി 11 മണിയായി ഇറങ്ങത്തില്ലയോ, ഈ അടുക്കളയെന്ന് പറഞ്ഞ് കവന്ന് കിടക്കുന്ന എന്തിനാ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവിടെ വൈഫ് പറയുന്നത് കവന്ന് കിടക്കുന്ന എന്തോ, ഇത് ചെയ്ത് തീർക്കണ്ടേ, ഇത് എത്ര പ്രാവശ്യം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താലേ ഇതൊക്കെ ശരിയാകത്തുള്ളൂ. ഞാൻ പറയും ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് വെറുതെ ചുമ്മാ ഉള്ള സമയം കളയുക, ഇതൊക്കെ ജീവിതം നശിപ്പിക്കുക നിങ്ങളൊക്കെ ചെയ്തത്, പെണ്ണുങ്ങൾ പൊതുവെ ചെയ്യുന്ന ഇതാ, നിങ്ങളെ ജീവിതം നശിപ്പിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അടുക്കള കയറുന്നു. അവിടെ ചെന്ന് ഓരോ കാര്യങ്ങളും കൊണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ഗുട്ടൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നിൽക്കത്തില്ലെന്ന് മനസ്സിലായി. ഞാൻ രാവിലെ എണീക്കുന്നു, പിള്ളേർക്കെല്ലാം ചായ ഇട്ട് കൊടുക്കുന്നു. ചായ ഇടാൻ എന്തെല്ലാം സാധനങ്ങൾ എടുക്കണം, പാലെടുക്കണം, ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തുകൊണ്ട് വരണം, പഞ്ചസാര എടുത്ത് വെക്കണം, ഗ്ലാസ് എടുത്ത് കഴുകിയെല്ലാം സോപ്പിട്ട് കഴുകിയില്ലെങ്കിൽ പതയത്തില്ല, സോപ്പിട്ട് കഴുകി അതെല്ലാം റെഡിയാക്കി വെക്കണം.
ചായയുടെ ചൂട് പോകാതിരിക്കാനായിട്ട് വെള്ളം തിളപ്പിച്ച് ഗ്ലാസ്സുകളിനകത്ത് ഒഴിക്കണം, തേയിലെടുത്ത് റെഡിയാക്കി വെച്ചേക്കണം, അല്ലെങ്കിൽ പാല് അതിന്റെ പാട്ടിന് പോകും. അപ്പം ഇതെല്ലാം കൂടെ ഒരു ഞാണുമേ കളിയാണ്. അല്ലെ നായര് പിടിച്ച പുലിവാലെന്ന് പറഞ്ഞ പോലെ ഒരു ചായ ഇടുന്ന കാര്യം തന്നെ. കാരണം എന്ന് വെച്ചാൽ പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചായ ഇടുന്നത്. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഒരു നിമിഷം തെറ്റിപ്പോയാൽ പാല് അരുത്താന്റെ വീട്ടിൽ പോകും, പിന്നെ അതിന്റെ പുറകെ ഉണ്ടാവും. അത് മാത്രമല്ല അപകടങ്ങളുണ്ടാവും. ഇൻഡക്ഷൻ കുക്കറിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കും. ആ പാടെ പ്രശ്നങ്ങളാകത്തില്ലയോ? അപ്പൊ അങ്ങോട്ട് ചില കിടന്ന് ഓടിയാ ഒരെണ്ണം എടുക്കും, അതെടുക്കും, ഇതെടുക്കും, മറ്റെടുക്കും, ചായ ഒഴിച്ച് പിള്ളേർക്ക് കൊടുക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്നലെ വരെ പാരി ഇട്ടുകൊടുന്ന ചായ എത്ര സമാധാനമായിട്ടിരുന്നാ ഞാൻ കുടിച്ചിട്ടുള്ളത്. ഇപ്പോഴും എങ്ങനെങ്കിലും കുടിച്ചു തീർത്തിട്ട് ഓടിയാ ഇല്ല പാത്രങ്ങൾ, ചായക്കെടുത്ത പാത്രങ്ങൾ മുഴുവൻ കഴുകി വെക്കണം, കഴുകി അതാത് സ്ഥലങ്ങളിൽ വെക്കണം, അല്ലെങ്കിൽ കാണാൻ മഹാവൃത്തിയാണ്. എന്റെ വിചാരം ഏതെങ്കിലും സമയത്ത് ഭാര്യ ഇങ്ങോട്ട് വരുമ്പോൾ ഇടി മിന്നുന്ന അടുക്കള കാണണം എന്നൊക്കെ പറഞ്ഞോണ്ടാ കയറിയിരിക്കുന്നത്. അങ്ങനെ മിന്നുന്ന പോയി ഒരു ദിവസമായപ്പോ. എന്നാലും വൃത്തികളില്ല എന്നെങ്കിലും ഭാര്യ പറയണം എന്നുള്ളതായി അടുത്ത ചിന്ത. അങ്ങനെ രാവിലത്തെ ചായടിയിൽ കഴിഞ്ഞിട്ട് പിന്നെ കാപ്പിയുടെ കാര്യം രസം. ദോശക്കല്ലിനകത്ത് ഒഴിച്ചപ്പം ദോശ ഇളകി വരുന്നില്ല. സാറിന് വൈഫ് കൊണ്ട് നോക്കുന്നോണെ മൂല പിടിഞ്ഞ നമ്മൾ പറയും ഇത് ഷേപ്പ് ഇല്ലാത്ത ദോശയാണല്ലേ, അങ്ങോട്ട് മാറ്റിക്കോ, മറ്റേ ചെറുതാ, അങ്ങനെ പറയുന്ന കക്ഷിയാണ് ഞാൻ. അന്നേരം നോക്കിയപ്പോ കാണാൻ പട്ടി കടിച്ച് പറിച്ചുകൊണ്ടിരിക്കുക ദോശ. എങ്ങനെ കൊണ്ടുവെക്കും? വൈഫിനെ അന്നേരം വേണമെന്ന് നമുക്ക് ഇതൊരു കാര്യം ചെയ്യും, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം പറയാം. ഒരു കാര്യം ചെയ്യും, ചമ്മന്തി എല്ലാം കൂടെ ഒഴിച്ചേ ഇത് ഞാൻ മുറിച്ചിട്ട് തരാം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാം. പിള്ളേർക്ക് എന്താ പിള്ളേർ പറയത്തില്ല അച്ഛൻ ഇത് എന്തോ ചായ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞങ്ങളെ അച്ഛൻ ഈ അമ്മയുടെ സർജറിയുടെ റെസ്റ്റിംഗ് പീരീഡ് കഴിയുന്നതിന് മുമ്പ് അച്ഛൻ തീർക്കുവോ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരില്ല. അങ്ങനെ ഞാൻ വൈഫിന്റെ അടുത്ത് ഞാൻ സോപ്പിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഒഴിക്കുമ്പോഴേ ഇതെങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്താലും ശരിയാവുന്ന എന്നൊക്കെ ചോദിച്ചു. അപ്പത്തിന്റെ കാര്യം അതിനേക്കാളും കെട്ടും. ഇഡലി മാത്രമുണ്ട് ഒരു ശരിയായി വന്ന പുട്ടും. പിന്നെ ദോശയും അപ്പവും ഒക്കെ ചുടാൻ ചെയ്യും. അങ്ങനെ ആദ്യത്തെ ദിവസം കടിച്ചു പറിച്ച് പട്ടി അടിച്ച പോലെയൊക്കെ ആയെങ്കിലും പിന്നീട് അതൊക്കെ ഒരുവിധമൊക്കെ മാറ്റിയെടുത്ത് പയ്യെ ഞാൻ ട്രാക്കിലോട്ട് വന്നു. ഈ ട്രാക്കിലോട്ട് വന്നപ്പോൾ ട്രാക്കിൽ വരുന്നിടം വരെ നമുക്ക് പരിഭ്രമങ്ങളായിരുന്നു. ഇതെങ്ങനെ ചെയ്യും, എങ്ങനെ ചെയ്യും, ഉപ്പ് കൂടി പോവോ, മുളക് കൂടി പോവോ, എരി കൂടി പോവോ എന്നൊക്കെ. അങ്ങനെ വൈഫിന്റെ തന്നെ അഡ്വൈസിലായതെല്ലാം ചെയ്യുന്നേ. എന്നാ പോലും നമുക്ക് ഞാൻ സംശയം, എന്തുവാ പിള്ളേർക്ക് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കണം, ഭാര്യയ്ക്ക് കൊടുക്കണം, ഇവരെല്ലാം കൂടെ നമ്മളെ കുറ്റം പറയുവോ? ആ പരിഭ്രമം. ഈ പരിഭ്രമം എനിക്കുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എന്തുമാത്രം പരിഭ്രമം ഉണ്ടായിരുന്നിരിക്കണം, അമ്മയ്ക്ക് എന്തുമാത്രം പരിഭ്രമം ഉണ്ടായിരുന്നിരിക്കണം എന്ന് ഞാൻ ആലോചിച്ചു. സത്യം പറഞ്ഞ അതിഭയങ്കരമായ കുറ്റബോധമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. എന്തുമാത്രം മോശമായിട്ടും എന്തുമാത്രം വിലയില്ലാതെയാണ് നമ്മൾ ഈ അടുക്കള ജോലിയെ കണ്ടിരുന്നെന്ന് ആലോചിച്ച് കഷ്ടമായിപ്പോയില്ല. ഞാനൊക്കെ പറഞ്ഞു, വിവരമില്ലാത്തവരുടെ ലക്ഷണമായിപ്പോയില്ല ഇതൊക്കെ. ഇത്രയും വിവരക്കേട് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ഏതെല്ലാം തൊഴിലുകൾ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ അടുക്കള ജോലി പോലെ ഇത്രയും പ്രയാസകരമായിരുന്നു, ഇത്രയും വിലയില്ലാത്തൊരു ജോലി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ സ്വയം പഴിക്കുന്ന ദിവസങ്ങളായിരുന്നില്ല. കാരണം എത്രയോ കാലം ഞാൻ അമ്മയെ കുറ്റം പറഞ്ഞു. ഒരു അരമണിക്കൂർ താമസിച്ച അന്നൊക്കെ വിറകിന്റെ അടുപ്പാണ്. അപ്പൊ ചില ദിവസങ്ങളിൽ വിറക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. മഴക്കാലങ്ങളിൽ പലപ്പോഴും നനഞ്ഞ് വിറകായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഊതി അമ്മയുടെയൊക്കെ മണ്ട തെറ്റിയിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇതുപോലെല്ലാം ചെയ്ത് കൊണ്ടുവെക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടിപ്പോകും, ചിലപ്പോൾ ഇച്ചിരി എരി കൂടിപ്പോകും, ചിലപ്പോൾ ഉപ്പ് കാണത്തില്ല. അപ്പൊ നമ്മൾ പറയും ഇതൊക്കെ എന്തോ അമ്മ ഇത്, അല്ലെങ്കിൽ വൈഫിനോടായാലും പറയും. വൈഫിനെ ഒരുപാട് ശ്രദ്ധിച്ചാണ് എനിക്ക് കൊണ്ടുവരുന്നത്, അതുകൊണ്ടാണ് കൂടുതൽ പറയേണ്ടതായിട്ട് വരത്തില്ല. എങ്കിലും ഈ ഞാൻ അടുക്കള കയറുന്നതിന് മുമ്പ് ഞാൻ പറയും ഇത് ശരിയായില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ അന്നും എനിക്കൊരു സ്വഭാവമുണ്ട്, കൊള്ളാമെന്ന് കൊണ്ടുവെക്കുമ്പോൾ ഞാൻ കൊള്ളാമെന്ന് പറയാറുണ്ടായിരുന്നു. അതങ്ങനെ പറയണം എന്ന് അത് ഞാൻ കുട്ടികളുടെ കാര്യത്തിലായാലും പറയും, വൈഫിന്റെ കാര്യത്തിലായാലും പറയും, അമ്മയുടെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഈ പ്രായമൊക്കെ കൂടി വന്നപ്പോഴത്തേക്ക് അമ്മയുടെ ഈ വായുടെ രുചിയൊക്കെ മാറിയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ പറയും, എന്തു അമ്മ ഇതൊന്നും ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടെന്ന് വെക്കുമ്പോൾ നമ്മളെ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു പ്രയാസം നമ്മൾ യഥാർത്ഥത്തിൽ അന്ന് അറിയുന്നില്ല. കാരണം ഇത് ഇത്രയും മെനക്കെട്ട ജോലിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രയാസകരമായ ഒരു കാലഘട്ടം 1 മാസം ഞാൻ തികച്ചു. 1 മാസം തികച്ചതിന് ശേഷമാണ് ഞാൻ ഈ അടുക്കള ജോലി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കുകയും ഞാൻ ലോകത്ത് അടുക്കള ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും, അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, സ്ത്രീകളാണ് 99% ചെയ്യുന്നത്, ആ സ്ത്രീകളെ മനസ്സാ നമിക്കുകയും ചെയ്ത
ഒരു അവസരമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ചില ആണുങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, സ്ത്രീകളെല്ലാം അടുക്കള ജോലി ചെയ്യാൻ അതിനായിട്ട് ജനിച്ചവരാണ്, അല്ലെങ്കിൽ അടുക്കള ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് സ്ത്രീകളെന്ന് ചില ആണുങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. ആ ധാരണ വേറെ ആർക്കുമല്ല, എൻ്റെ അച്ഛനുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അച്ഛനുണ്ടായിരുന്നു, നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പലർക്കും സ്ത്രീകളെന്ന് പറഞ്ഞാൽ ആരാ? അവള് ഈ ജോലികളെല്ലാം ചെയ്യാൻ വിധിക്കപ്പെട്ടവൾ, അല്ലെങ്കിൽ അവളാണ് ചെയ്യേണ്ടത്, വേറെ ആരാ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഈ തരത്തിലുള്ള ചിന്താഗതി വളർത്തിയെടുക്കുന്ന ആരാ? വളർത്തിയെടുക്കുന്നതിൽ അവരവരുടെ അമ്മമാർക്ക് ഒരു പങ്കുണ്ട്. എന്തിന് ഈവൻ ഭാര്യമാർക്ക് പോലും പങ്കുണ്ട്. ആണുങ്ങൾക്ക് അടുക്കള കാര്യം എന്താ? ആണുങ്ങൾക്ക് അടുക്കള കാര്യം എന്താന്ന് ചോദിക്കുന്ന അമ്മമാര്, അയാള് അടുക്കളയിൽ നടന്നിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. ഈ ആണുങ്ങൾ അടുക്കളയിലോട്ട് കയറാൻ സമ്മതിക്കാത്ത അത് സ്ത്രീകൾ തന്നെ. അതെന്തുകൊണ്ടാണ്? അതിനൊരു ചരിത്രപരമായിട്ടുള്ള ഒരു ചെറിയൊരു പശ്ചാത്തലമുണ്ട്. കാരണം വെച്ചാൽ പണ്ട് കാലത്തൊക്കെ ഈ വിറവടുപ്പൊക്കെ ആയിരുന്നു. വിറവടുപ്പൊക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? വിറവടുപ്പ് മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടമല്ലേ. ആ സമയത്ത് വിറവൊക്കെ കത്തിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് പുക വരും. പുക വരുമ്പോൾ വീടിനകത്തൊക്കെ ആവും, കാരണവന്മാർക്കൊക്കെ വീട്ടിലിരിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അതുകൊണ്ട് പണ്ട് കാലത്ത് ഈ വീട് നിർമ്മിക്കുന്ന സമയത്ത് അടുക്കള കുറച്ചുകൂടെ ദൂരോട്ട് മാറി നിർമ്മിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ ഈ 4 കെട്ട്, 8 കെട്ട്, 16 കെട്ട്, 32 കെട്ട് എന്നൊക്കെ പറയുന്നതിനകത്ത് ഇത് മാറ്റി നിർമ്മിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ നിർമ്മിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? കൂട്ടുകുടുംബം ആകുമ്പോൾ ഒരുപാട് സ്ത്രീകൾ കാണും, ഒരുപാട് പുരുഷന്മാർ കാണും, എല്ലാം കാണും. പുരുഷന്മാർ പ്രധാന സ്ഥലങ്ങളിലൊക്കെ ഇരിക്കും, കോലായിലൊക്കെ ഇങ്ങനെ നിരത്തിരിക്കും, അല്ലെങ്കിൽ അവർക്ക് തിണ്ണയൊക്കെ കാണാൻ അവിടെ ഇരിക്കും. മെയിൻ ആള് ക്യാൻവാസ് പോലുള്ള ചെയറിനകത്ത് കിടക്കും. അങ്ങനെയൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സ്ത്രീകളെല്ലാവരും കൂടെ ഈ അടുക്കളയിൽ അങ്ങനെ ജോലികളൊക്കെ ചെയ്യും. അപ്പൊ ഈ സ്ത്രീകളെല്ലാം കൂടി ഇങ്ങനെ വിരവിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പുരുഷന്മാർ അങ്ങോട്ട് ചെല്ലാൻ ഒന്നറയ്ക്കും, സ്വാഭാവികമായിട്ട്. അത് ഏത് പുരുഷന്മാരല്ലേ? കാരണം എന്താ വെച്ചാൽ അമ്മ മാത്രമല്ല, മാമി കാണും, അല്ലെങ്കിൽ കസിൻ കാണും, ലേഡീസ്. അപ്പൊ എല്ലാവരുടെ അടുത്തും നമുക്ക് ഒരേ സ്വാതന്ത്ര്യം കാണത്തില്ലല്ലോ. അതുകൊണ്ട് പുരുഷന്മാരെന്ത് ചെയ്യും? അടുക്കളയോട്ട് ചെല്ലാതെ. അങ്ങനെ ആയി എന്ത് സംഭവിച്ചു? പുരുഷന്മാരും അടുക്കളയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ അത് വളർന്നു വന്നപ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ കുടുംബം ചെറുതായി ഈ കൂട്ടുകുടുംബങ്ങളെല്ലാം മാറി അണുകുടുംബത്തിലേക്ക് ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ചിന്താഗതി മറ്റേതാ, അടുക്കളയായിട്ട് ആണുങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള ചിന്താഗതി വെച്ചുകൊടുത്തത്. ഈ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലമാണ് ആണുങ്ങളെയും അടുക്കളയും രണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇപ്പൊ ഈ അണുകുടുംബങ്ങളൊക്കെ വന്നു. അപ്പൊ അവിടെ സ്ത്രീകൾ എത്ര പേര് കാണും? സ്വാഭാവികമായിട്ടും ഒരാളായിരിക്കും ഉണ്ടാവും. വീട്ടുജോലിക്കാരുള്ള വീട്ടുകളിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാണും. പക്ഷെ ഈ വീട്ടുജോലിക്കാരുള്ള വീട്ടിലായാലും ഒരു സ്ത്രീ മാത്രം, അല്ലെങ്കിൽ ആ ഭാര്യ മാത്രം വീട്ടിലുണ്ടെങ്കിലും അമ്മയുണ്ടെങ്കിലും, അമ്മമാരൊക്കെ പ്രായമാകുമ്പോൾ എന്ത് ചെയ്യും? അവർ ഈ അടുക്കള ഒഴിഞ്ഞു കൊടുത്ത്, നല്ല അമ്മമാരൊക്കെ അടുക്കള മരുമോക്കായിട്ടോ അല്ലെങ്കിൽ മോക്കായിട്ടോ ഒക്കെ സ്ഥിരമായിട്ട് വിട്ടുകൊടുത്തിട്ട് അവര് മാറും. പിന്നീട് ഇത് കൈകാര്യം ചെയ്യേണ്ട ആരാ? പിന്നീട് ഈ കൊണ്ടുവരപ്പെട്ട മോന്റെ ഭാര്യയോ അതല്ലെന്നുണ്ടെങ്കിൽ മോളാണ് ആ വീട്ടിൽ താമസിക്കുന്ന മോളോ ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള അവസരം കൊടുക്കാറുണ്ട്. വിവരമുള്ള അമ്മാവിയന്മാർ, അല്ലെങ്കിൽ സ്നേഹമുള്ളവർ, അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധമുള്ളവർ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരാളെ കാണുള്ളൂ. പല ദിവസങ്ങളിലും, ഒരു മാസത്തെ എല്ലാ ദിവസവും ഇവർക്ക് കൃത്യമായി രുചി അറിയാൻ പറ്റത്തില്ല. അങ്ങനെ സംഭവമുണ്ട്. ഇതറിയാവുന്ന എത്ര പുരുഷന്മാരുണ്ടെന്ന് ആലോചിച്ചു നോക്ക്. കൃത്യമായ രുചി അവർക്ക് കിട്ടത്തില്ല. കാരണം എന്താ? ഇവരുടെ ശരീരത്തിൽ ഈ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഹോർമോൺസ് ഉണ്ടാവും. ഹോർമോണുകളുടെ വ്യത്യാസം, നിങ്ങൾ പല ഹോർമോണുകളെ പറ്റി കേട്ട് കാണും. അതൊക്കെ ഓരോ കെമിക്കലാണ്, ശരീരത്തിലുണ്ടാകുന്ന കെമിക്കലാണ്. ഇപ്പൊ ഡോപ്പമിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ പലതും ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. നമുക്കത് വളരെ ലളിതമായിട്ട് ഞാൻ വേറൊരു എപ്പിസോഡിൽ നിങ്ങൾക്കത് പറഞ്ഞുതരാം. അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാന്ന് പറയുന്നത് അറിഞ്ഞുകൂടാത്തവരെ സംബന്ധിച്ചാണ്. എന്നെക്കാളും എത്രയോ അറിയാവുന്നവർ ഒരു പക്ഷേ ഈ വീഡിയോ കേൾക്കുന്നുണ്ടാവാം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞല്ല, എന്നാലും ഏറ്റവും ലളിതമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഈ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഹോർമോൺസ് ഉണ്ടാകുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? ചില ദിവസങ്ങളിൽ അവർക്ക് എരി കൂടുതലുണ്ടെന്ന് തോന്നത്തില്ല. അപ്പൊ അവർ വീണ്ടും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കും. ഉപ്പ് കുറവായി പോയെന്ന് വിചാരിച്ച് ഉപ്പ് ചേർക്കും, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയെന്ന് വിചാരിച്ച് അതിനകത്ത് പരിഭ്രമിക്കും. സംഭവം എന്തുവാ? ഈ ഹോർമോണുകളുടെ വ്യത്യാസം ഇവരുടെ രുചിയെ ബാധിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കാത്ത ഭർത്താവോ അല്ലെങ്കിൽ വീട്ടുകാരോ എന്ത് പറയും? ഇതെന്തോ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നത്, നീ എന്തോ ഇത്രയും സമയം ഇവിടെ ഈ അടുക്കള തകർത്തത്, ചുമ്മാ ഡാൻസ് ആടിക്കൊണ്ട് നടക്കുക, ഇതൊക്കെ വേണ്ട രീതി ഉണ്ടാക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് വളരെ പരിഹാസപരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും അധിക്ഷേപിക്കുകയും ചില ആൾക്കാര് ഈ സ്ത്രീയുടെ വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയും വീട്ടുകാരും വരെ പറയും. ചിലര് അതും കടന്ന് ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ ഉപ്പ് കൂടിപ്പോയ സാധനം, അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു പോയ സാധനം ഇതൊക്കെ നോക്കി കൊണ്ടുവെക്കേണ്ടത് വെച്ചിട്ട് എടുത്തൊറ്റ എറിയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കേ, എത്രമാത്രം ക്രൂരമായിട്ടുള്ള നടപടിയാണ് ചെയ്യുന്നത്. അങ്ങനെ എറിയാൻ തുനിയുന്നവര്.
അങ്ങനെ അവളുടെ ആ ഭാര്യയുടെ വീട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മയും പറയുന്ന ഒരു വീട്ടുകാരെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ അതിശക്തമായ ഭാഷയിൽ അധിക്ഷേപിക്കുന്നവർ, പരിഹസിക്കുന്നവർ, അവഹേളിക്കുന്നവർ, അവര് ഒരാഴ്ച അടുക്കളയിൽ കയറേണ്ടതായിട്ടുണ്ട്. അവര് ഒരാഴ്ച കയറിയ അവർക്ക് മനസ്സിലാവും അടുക്കള ജോലി എന്താണ്. ചില ആളുകൾ വിചാരിക്കും ഇയാളെന്തോ ഇത്രയൊക്കെ ഇങ്ങനെ അതിശക്തമായിട്ട് പറയുന്നത്. ഞാൻ പറയും, കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ആ ഒരു മാസമാണ്. ആ ഒരു മാസമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്. ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിട്ടുള്ള പല ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. അതിനൊന്നും എനിക്ക് ഇത്രയും പ്രയാസമില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ ബുദ്ധിമുട്ടുള്ള അടുക്കള ജോലിക്കാണ്. ഏറ്റവും കൂടുതൽ ഇതുപോലെ മെനക്കെട്ട ഒരു ജോലി വളരെ അത്യപൂർവമായിട്ട് മാത്രമേ കാണൂ. മാത്രവുമല്ല, ഈ ജോലി ഇഷ്ടമല്ലാത്ത ഒരു സ്ത്രീ ഉണ്ടെന്ന് സങ്കല്പിക്കുക. എനിക്ക് വീട്ടു ജോലി ഇഷ്ടമല്ല. അവളെ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലോട്ട് അയച്ചു കഴിഞ്ഞാൽ അന്ന് തൊട്ട് മരിക്കുന്നതും വരെയും അവൾ ആ ജോലി ചെയ്യാൻ ബാധ്യസ്ഥ തന്നെ. വലിയ പണക്കാരൊക്കെ വലിയ പണക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ജോലിക്കാരെ നിർത്തി നമുക്ക് വെക്കാം. അല്ല ഉള്ളവർ എന്ത്, സാധാരണക്കാരെന്ത് ചെയ്യും? ഏറ്റവും ഇഷ്ടമല്ലാത്ത ജോലി ചെയ്ത് എല്ലാ ദിവസവും ജീവിക്കേണ്ട അവസ്ഥ വരിക ആത്മഹത്യാപരമായിട്ടുള്ള കാര്യമാണ്. കാരണം രാവിലെ ചായ എടുക്കുന്ന പാത്രങ്ങൾ കഴിവുന്നിടം തൊട്ട്, ബ്രേക്ക്ഫാസ്റ്റിന്റെ ഉപയോഗിക്കുന്ന പാത്രങ്ങളും ബാക്കിയുള്ളതും കഴിവുന്നിടം തൊട്ട്, ഉച്ചയ്ക്കുള്ള ആഹാരത്തിൻ്റെ, വൈകിട്ടുള്ള കാപ്പിയുടെയും സ്നാക്സിന്റെയും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, രാത്രിയിലത്തെ അത്താഴത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളും, അത് കഴിവുന്ന മാത്രം എത്രമാത്രം ജോലിയാണ്. അറിയണമെങ്കിൽ അടുക്കളയിൽ കയറണം. അത് കഴിവാത്ത അടുക്കള ഉണ്ടെങ്കിൽ ആ അടുക്കള ഒരിക്കലും വൃത്തിയുള്ള അടുക്കളയാണെന്ന് വേറൊരാൾക്ക് തോന്നുകയില്ല. ഒരു അടുക്കള വൃത്തിയായിട്ട് സൂക്ഷിക്കണമെങ്കിൽ അതിന്റെ കൗണ്ടർ മാത്രം, വെള്ളം ഉപയോഗിക്കുന്ന സിങ്കിന്റെ കൗണ്ടർ മാത്രം 100 പ്രാവശ്യം തുടക്കുകയും നോക്കുകയും ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു അടുക്കള മാത്രമേ വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ. നിസ്സാര കാര്യമല്ല ഇത്. എന്നാൽ ഇതിന് പൈസ കൊടുക്കുന്ന ജോലിയാണോ? അല്ല. അതായി വിലയില്ലാത്ത ഏത് ജോലി നമ്മൾ ചെയ്യുന്നോ അതിന് കണക്ക് പറഞ്ഞ് പൈസ മേടിക്കുകയെന്നുണ്ടെങ്കിൽ അതിന് വിലയുണ്ടാവും. ഏത് ജോലി ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു സാധനം തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരാൾ കൊടുക്കുന്ന വിലയില്ല. വളരെ വളരെ വില കുറവായിരിക്കും. അത് നഷ്ടപ്പെട്ടു പോയ പ്രയാസം തോന്നേയില്ല. കാരണം എന്താ, പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കൊടുത്തല്ലല്ലേ മേടിച്ച്, ഒരാൾ ഫ്രീ ആയിട്ട് തന്നെയല്ലേ. അതാണ് എൻ്റെ വില. ആ ഒരു തിയറിയാണ് സ്ത്രീകൾക്ക് അടുക്കള ജോലിക്ക് വിലയില്ലാതായെന്നാണ് ഞാൻ കരുതുന്നത്. എന്താന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്ത്രീ ഹൗസ് വൈഫ് ആണെങ്കിൽ ആ സ്ത്രീ രാവിലെ എണീച്ച് വന്ന് രാത്രി കിടക്കുന്നത് ചിലപ്പോൾ 11 മണിക്കോ 10:30ക്കോ 11:30ക്കോ ഒക്കെ ആയിരിക്കാം. ഇത്രയും സമയവും അവർ അടുക്കളയിലെ പണി ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. സംടൈംസ് നമ്മൾ ഉച്ചയ്ക്കെങ്ങാണ് ഒരു മണിക്കൂർ എങ്ങാണ് റെസ്റ്റ് എടുക്കുന്നുണ്ടാവാം. അല്ലാത്ത മുഴുവൻ സമയം അവർക്ക് അടുക്കളയിലെ പണി. അപ്പൊ ഇത്രയും പ്രയാസമില്ലാത്ത പണിയാണെങ്കിൽ ഇവർ എന്തിനാണ് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുന്നത്? അത് തന്നെ വെച്ചിട്ട് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത്രമാത്രം ജോലിയുള്ള ഒരു സംഗതിയാണ് ഇവർ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു പോരാക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അധിക്ഷേപിക്കാനും അപഹസിക്കാനും വീട്ടുകാരെ പറയാനും എടുത്തെറിയാനും പാടില്ല. ഞാൻ ചെയ്യുന്ന പരിപൂർണമായിട്ട് തെറ്റാണ് എന്ന് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവർ അടുക്കളയിൽ കയറുന്നവരാണെങ്കിൽ അവരത് മനസ്സിലാക്കിയിരിക്കും, 100% ഉറപ്പാണ്. അതുകൊണ്ട് ഭാര്യമാര് ചെയ്യേണ്ടത് തന്ത്രപൂർവം സ്നേഹപൂർവം കുട്ടികളെ എന്ത് ചെയ്യുക, കുട്ടികളെയും ഭർത്താവിനെയും അടുക്കളയിലേക്ക് പല രീതിയിൽ ക്ഷണിക്കുക, അവരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുക. അത്തരം കാര്യങ്ങൾ വേറൊരു വീഡിയോയിലായിരിക്കും നമ്മൾ പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എല്ലാ സ്ത്രീകളും അടുക്കള ജോലി ചെയ്യും. ഇന്ന് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വൈഫിനടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യും, നമുക്ക് ഹോട്ടലിൽ നിന്ന് മേടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇങ്ങനെ പോയല്ലേ, അപ്പൊ നമുക്ക് ഇന്ന് ഇങ്ങനെ ഒന്നും വേണ്ട, നമുക്ക് പോകുന്ന വഴിക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ചോണ്ട് പോവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും വൈഫ് എന്ത് ചെയ്യും? ഇതൊക്കെ ചെയ്യും. അപ്പൊ എന്താ, അവർക്ക് താല്പര്യം ഇല്ലാത്തല്ലോ. താല്പര്യം എനിക്ക് തോന്നുന്നില്ല എല്ലാ സ്ത്രീകൾക്കും അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നതിനോട് താല്പര്യമുണ്ട്. പക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുക, ഈ പുരുഷന്മാരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നീ ഇത് ചെയ്തിരിക്കേണ്ട പണിയാ എന്ന ഭാവമാണ് അവരെ ഈ അടുക്കള ജോലിയിൽ ഏറ്റവും കൂടുതൽ പിന്നോക്കം വലിക്കുന്നത്. അവർക്ക് നിരാശ തോന്നുന്നത്, അവർക്ക് ഈ ജോലിയോടുള്ള താല്പര്യക്കുറവുണ്ടാകുന്നത് എല്ലാം കാരണം എന്ത്, ഭർത്താവിന്റെയും അല്ലെങ്കിൽ അതുപോലെ അധികാരപ്പെട്ടവരുടെ ഒരു ഥാർട്ട്, നീ ഇതൊക്കെ ചെയ്യാനുള്ളതാ, നീ ഇതൊക്കെ ചെയ്തിരിക്കണം. ഈ രീതി അവർ വിട്ടിട്ട് ഒന്ന് ചെയ്തു തരുമോ, വേണം ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും ഹെൽപ്പൊന്നും ചെയ്യണ്ടെന്ന് പറയും. ഹെൽപ്പ് ചെയ്യണ്ടെന്നേ പറയത്തുള്ളൂ. ഞാൻ വൈഫിനോട് എന്റെ അനുഭവത്തിന് ശേഷം ഞാൻ വൈഫിന്റെ അടുത്ത് മിക്കവാറും എല്ലാ സന്ദർഭങ്ങളിലും ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇയാൾ മാത്രമായിട്ട് ചെയ്തോണ്ടിരിക്കില്ലേ, എന്തെങ്കിലും അരിയാനുണ്ടോ, തോരൻ അരിയണം, വേണ്ട ഞാൻ അരിയണം, ഞാൻ അരിയാൻ ശരിയാവത്തില്ല, അവിയൽ അരിയണോ, ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം തീയലിനായാലും അവിയലിനായാലും തോരനായാലും എല്ലാം അരിയണ്ടേ എങ്ങനെ എനിക്കറിയാം.
അപ്പൊ അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്തോ കാര്യം? അവർക്കതല്ല. അവർ ചെയ്യുന്ന ഈ മെനക്കെട്ട ജോലി, ഈ വളരെ പ്രയാസകരമായ ജോലി, നമ്മളൊരു അംഗീകാരം കിട്ടിയാലെങ്കിലും അവർക്ക് എത്രയോ സന്തോഷമാണ്. ആ സമയത്ത് അംഗീകാരവും ഇല്ല, പിന്നെ ഇതുപോലെ വായി തോന്നുന്നെല്ലാം പറയുമ്പോൾ ചെയ്യുമല്ലോ, ഊനുമേ ഒരുപോലെ ആവത്തില്ല. അപ്പൊ അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ ചെറിയ പോരാക്കുറവുകൾ ദിവസവും ചെയ്യുന്നില്ലയോ? എല്ലാ ദിവസവും ചെയ്യുന്നത് എന്ത് സംഭവിക്കും? തെറ്റുകൾ ഉണ്ടാവാം. എല്ലാ ദിവസവും ചെയ്യുന്നില്ലയോ? റുട്ടീൻ വർക്കൗട്ട് ചെയ്യല്ലേ? അപ്പൊ ചില ആളുകൾ വിചാരിക്കുന്നത് ഭാര്യമാരെന്ന് പറഞ്ഞാൽ മെഷീൻ, യന്ത്രങ്ങളാണെന്ന്, ഇത്തരം ജോലിയാണ് യന്ത്രങ്ങളാണെന്ന് വിചാരിക്കുന്നത്. ആ ധാരണയെല്ലാം 100% പെശകുള്ള ധാരണ തന്നെയാണ്. അവരെ യന്ത്രങ്ങളല്ല, അവർ മനുഷ്യരാണ്. അവരിത് എല്ലാ ദിവസവും ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു മൊണോട്ടണസ് ലോകത്ത് ആർക്കാ ഉണ്ടാവാത്തെ? ആലോചിച്ച് നോക്ക്. ഈ മൊണോട്ടണസ് ആർക്കാ ഉണ്ടാവാത്തെ? ഒരേ ജോലിയിൽ രാവിലെ എണീച്ച് വൈകിട്ട് വരെ ചെയ്യുന്നത് വിലയുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ വേറൊരു കാര്യം പറയാം ഇതിനകത്ത്. ഈ ജോലിയുള്ള സ്ത്രീകൾ, ഇതുവരെ നമ്മൾ പറഞ്ഞ ഹൗസ് വൈഫിന്റെ കാര്യം. അപ്പൊ അതിന്റെ കൂടുതൽ ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. കാരണം ജോലിയുള്ള സ്ത്രീകളുണ്ടല്ലോ, ഗവൺമെന്റ് ജോലിയുള്ളവരുണ്ട്, പ്രൈവറ്റ് ജോലിയുള്ളവരുണ്ട്. അവരെന്തോ ചെയ്യുന്നത്? അവര് ഇരട്ടി ജോലിയാണ് ചെയ്യുന്നത്. അവർ ജോലിക്ക് പോയി ശമ്പളം കൊണ്ടുവരുന്നു. 90% സ്ത്രീകളും ഭർത്താക്കന്മാരെ ഏൽപ്പിക്കുന്നു. ചില ഭർത്താക്കന്മാര് വീട്ടിൽ ഇരുന്നത് മേടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരു പണിക്കും പോവാതെ. ഭാര്യമാർ കൊണ്ടുവന്ന ശമ്പളം മേടിച്ചു വെക്കുന്ന ജോലിയായിരിക്കും അവർക്ക് മെയിനായിട്ടുള്ളത്. എനിക്കറിയാം ഒരു സ്ത്രീയുടെ കാര്യം. അവര് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാ, വലിയ ശമ്പളമാണ്. ഈ ഭർത്താവിന് ജോലിയില്ല, അയാൾ പൈസ മേടിച്ചു വെക്കും. എന്നിട്ട് ഓരോ എഗ്രിമെന്റ് വരുമ്പോഴും എത്ര കൃത്യമായി വരുന്നു എന്നുള്ള കാര്യം വരെ എഴുതി അയാളെ കൊടുക്കണം. അവർ വലിയൊരു പോസ്റ്റ് ഇരിക്കുന്നവരാ. അവരുടെ കയ്യിൽ എഴുതി കൊടുക്കണം, എത്ര രൂപ എനിക്ക് എഗ്രിമെന്റ് ആയി, അങ്ങനെ ഓരോ പൈസ. പിന്നെ അവർക്ക് ഒരു തുണ്ട് പേപ്പർ മേടിക്കണമെങ്കിൽ പുള്ളിക്കാരനാ കാശ് കൊടുക്കുന്നത്. നാണമില്ലെന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ. സത്യം പറഞ്ഞു, അവനവൻ ഉണ്ടാക്കുന്ന പൈസ വെച്ചല്ലേ അവനവൻ എളിയേണ്ടത്. നാട്ടുകാർ, ഈ പാവപ്പെട്ട ഭാര്യ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്ത്, അയാൾക്ക് വേണ്ടുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്ത്, അയാളുടെ വസ്ത്രവും അലക്കി കൊടുത്ത്, എല്ലാം ചെയ്ത്, ആഹാരം വിളമ്പി മുമ്പിൽ കൊണ്ടുവച്ചു കൊടുത്ത്, ഇതെല്ലാം ചെയ്ത് ജോലിക്ക് പോയി വളരെയധികം പ്രയാസപ്പെട്ട് ജോലികളൊക്കെ ചെയ്ത് തിരിച്ചു വീട്ടിൽ വന്ന് വീണ്ടും രാത്രി വരെ ജോലി ചെയ്യുന്ന അവർക്ക് കിട്ടുന്ന ശമ്പളം അയാളെ കൊണ്ട് കൊടുക്കണം. എല്ലാ വീട്ടിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊക്കെ ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഭാര്യയുടെ പൈസ ഭാര്യയുടെ കൈ, ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളവർ ചിലവാക്കണം തീരുമാനിച്ചാൽ എന്താ കുഴപ്പം? അവരൊന്ന് ബോംബ് ഉണ്ടാക്കാൻ പോകും ഈ പൈസയും കൊണ്ട്? ഇല്ലല്ലോ. അവര് വീട്ടിന് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ മേടിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ളവർ മേടിക്കട്ടെ നോക്കണം. സാധാരണ അല്ലെന്തോ ശരിയായിട്ടുള്ള ചിന്തിക്കുന്ന ഭർത്താക്കന്മാര് അവർ അധ്വാനിച്ചുകൊണ്ടിരുന്ന പൈസ ഭാര്യ ഏൽപ്പിക്കും. നിനക്ക് ഇഷ്ടമുള്ളവർ ചെയ്യും. അവർക്കറിയാമല്ലോ നമ്മളെക്കാളും കൂടുതൽ. ഭാര്യയ്ക്ക് അറിഞ്ഞൂടെ അടുക്കളയിൽ എന്താ വേണ്ടെന്ന്? ഭാര്യയ്ക്ക് അറിഞ്ഞൂടെ ഒരു വീട്ടിൽ എന്താ വേണ്ടെന്ന്? എല്ലാം അവർ ചെയ്യും. ചെയ്തില്ലെങ്കിൽ അവർക്ക് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ അവരെ നമുക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ സാമ്പത്തിക സ്വാതന്ത്ര്യം അവർക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. അല്ല ഓരോരോ കാര്യത്തിന് ഇങ്ങനെ തുപ്പൽ കൊടുക്കുന്ന പോലെ, തുപ്പി ഇടുന്ന പോലെ കൊടുക്കേണ്ട കാര്യമില്ല. ഒരുമിച്ച് പൈസ കൊടുക്കാം. അവര് തെറ്റായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റും. അത് 1-2 മാസമേ അവർക്ക് ആ തെറ്റ് സംഭവിക്കത്തുള്ളൂ. തിരുത്താൻ പറ്റും. ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. വൈഫിനെ ആ പൈസ ഏൽപ്പിക്കുന്നത്, വൈഫ് സ്വന്തമായിട്ട് അതൊക്കെ ചെലവഴിക്കുന്നു. എനിക്ക് യാതൊരു പ്രശ്നം വന്നിട്ടില്ല. എല്ലാവർക്കും ആ പ്രശ്നം വരത്തില്ലെന്നല്ല, എന്നാലും സിംഹഭാവം സ്ത്രീകളും വീട്ടിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചെയ്യുന്നത്, യാതൊരു സംശയവും ഇല്ല. അപ്പൊ ഈ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന, വീട്ടു ജോലിയും ചെയ്യുന്ന, അങ്ങനെ വീട്ടു ജോലിയും ചെയ്യുന്ന, ഓഫീസിലെ ജോലി രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നവർക്ക് ആ വീട്ടിലെ അംഗങ്ങൾ അവരോട് കരുണയോ സ്നേഹമോ ഇല്ലാത്തവരാണെങ്കിലോ, ഈ അടുക്കള ജോലിയും മറ്റു ജോലികളെയും മാനിക്കാത്തവരാണെങ്കിലോ, ഇത് ഞാൻ ചോദിക്കാൻ കാരണമുണ്ട്. മാനിക്കാത്തവരാണെങ്കിലും ആ വീട്ടിൽ നിന്ന് അവർ ചെയ്യണ്ടേ? അവർക്ക് വേറെ ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ഇപ്പൊ നമ്മളെ വീട്ടിലെ ഒരു വീട്ടു ജോലിക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പെരുമാറ്റമോ അല്ലെങ്കിൽ സംസാരമോ അല്ലെങ്കിൽ നമ്മുടെ രീതികളോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് ചോയ്സ് ഉണ്ട്. അവർക്ക് വേറെ വീട്ടിൽ പോവാം. ഇവിടെ അപ്പൊ അവർ ഏജൻസി വിളിച്ചിട്ട് പറയും, ഇവിടെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇവിടെ ശരിയാകത്തില്ല, അതുകൊണ്ട് എന്നെ വേറെ വീട്ടിലേക്ക് മാറ്റണം. ഉടനെ ഏജൻസിക്കാർ അവരെ തിരിച്ചു വിളിക്കും, വേറെ ആളായിരിക്കും. അപ്പൊ അവിടെ ചോയ്സ് ഉണ്ട്. പക്ഷെ ഈ സ്ത്രീക്കോ അവർക്ക് എന്താ ചോയ്സ്? അവരുടെ ഭർത്താവ് ആ വീട്ടിൽ തന്നെയല്ലേ കഴിയുന്നത്, മക്കൾ ആ വീട്ടിൽ തന്നെയല്ലേ കഴിയുന്നത്. പക്ഷെ അവര് ഈ ചെയ്യുന്ന അധ്വാനത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? ഒരു വിലയില്ല. കാരണം ആ വീട്ടിലെ ഭർത്താവിന് വീട്ടു ജോലി എന്ന് പറയുന്നത് എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ആ വ്യക്തിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഈ വിലയില്ലാത്തത്. ഇനി വീട്ടുജോലി എന്ന് പറയുന്ന അടുക്കള ജോലി മാത്രമാണ് അല്ലല്ലോ. വീട്ടിലൊക്കെ ആ സാധനങ്ങളെല്ലാം തൂക്കണം, തുടയ്ക്കണം, ചിലന്തി വല അടിക്കണം, അതുപോലെ തന്നെ തറ തൂക്കണം, മിറ്റം തൂക്കണം. ഇതെല്ലാം വീട്ടുജോലിക്കകത്ത് വരുന്നതാ. ഇത് കൂടാതെ വേറെ ചില കാര്യങ്ങളുണ്ട്. ഇവർ അടുക്കളയിലെ ഒരു കാര്യം ഇങ്ങനെ തിളയ്ക്കാൻ വെച്ചപ്പോഴായിരിക്കും ഒരു കോളിംഗ് ബെൽ അടി കേൾക്കുന്നത്. നോക്കുമ്പോൾ ബന്ധുക്കൾ കല്യാണം വിളിക്കാൻ വന്നിരിക്കുക. അപ്പോഴാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രയാസം. കല്യാണം വിളിക്കുന്നവർ വിചാരിക്കും ഞാൻ വീട്ടിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. പെണ്ണുങ്ങളും ആണെങ്കിലും വിചാരിക്കും. ഈ സ്ത്രീകൾ അവിടെ വരുമ്പോൾ അവർ വേറെ ആളല്ല, അവര് നമ്മളെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. സംഭവം എന്താ? അടുക്കള വെച്ചിരിക്കുന്ന ചിലപ്പോൾ അത് വാങ്ങി വെക്കാൻ പറ്റും, ഓഫാക്കാൻ പറ്റുന്ന ആയിരിക്കത്തില്ല. അരി വെച്ചോണ്ടിരിക്കുക, ഇടയ്ക്ക് വെച്ച് അങ്ങോട്ട് ഓഫാക്കി, പിന്നെയും പോയി സംസാരിച്ച്, പിന്നെ പോയി ഓണാക്കി. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അരിയുടെ സ്വഭാവം മാറും, ഇപ്പൊ ചോറിന്റെ ടേസ്റ്റ് മാറും.
ചിലപ്പോൾ അതിന്റെ വേവ് മാറും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഞാൻ ആ വരുന്നേ എണീച്ചോടും, അടുക്കളയോട്ട് പോകും. അടുക്കളയോട്ട് പോയിട്ട് അതൊന്ന് നോക്കി ഇളക്കി തിരിച്ചു വരുന്നു. അപ്പൊ അവർക്ക് ഇവിടെ സംസാരിക്കുമ്പം ആ സംസാരത്തിന് ലിങ്ക് കിട്ടത്തില്ല. കാരണം എന്താ? ചിന്തിക്കുന്ന മൊത്തം അടുക്കളയിലാണ്. അടുക്കളയിലെ കാര്യത്തിൽ ചെല്ലുമ്പം അവിടുത്തെ കാര്യം ശരിയായിട്ട് ചെയ്യാൻ പറ്റില്ല. എന്തോ കാര്യം ഇവരിനി എന്തോ വിചാരിക്കും. അങ്ങനെ ഇവർ സത്യം പറഞ്ഞ ചെകുത്താന്റെ നടുക്കടലിന്റെ ഇടയ്ക്കിടന്ന് ഓടുന്ന നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ എന്റെ വൈഫിനടുത്ത് പറയും, വേറൊരു കാര്യം ചെയ്താൽ കോഫി ഇട്ട് വന്നിരിക്കും, അവർ വന്നില്ലേ നമ്മൾ സംസാരിക്കാം കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരും കൂടെ അടുക്കളയിലോട്ട് വിളിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് അത് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവർക്ക് ഒരു വിരുദ്ധർ വന്നാലോ അല്ലെങ്കിൽ ചിലപ്പോൾ പിരിവുകാരായിരിക്കും വരുന്നത്, അവർ ചുമ്മാ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, അവർക്ക് വേറെ ജോലിയില്ലല്ലോ, അവർക്ക് പിരിച്ചുകൊണ്ട് പോയാൽ പോരെ. അപ്പൊ ചിലപ്പം ബഡ്ജറ്റ് അനുസരിച്ചുള്ള കാര്യമായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പൊ അവരുമായിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരും, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് വരും. അപ്പോഴും ഇല്ല അടുക്കള അകത്ത് കിടക്കുന്ന ഈ അടുപ്പത്ത് വെച്ചിരിക്കുന്ന കാര്യത്തെ പറ്റിയുള്ള ചിന്ത, ഇവർക്ക് കാശ് കൊടുക്കാനില്ലല്ലോ എന്നുള്ള ആപരാതി, ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഇതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും ഈ അടുക്കള ജോലിക്കാരി സ്ത്രീകൾ നേരിടുന്നത്. അപ്പോഴിനിയുള്ളത് നമുക്കൊരു കാര്യം കൂടെ ചിന്തിച്ച് ഇത് അവസാനിപ്പിക്കാം. ഭർത്താക്കന്മാരുടെ ചോറ് തിന്നുന്ന ഭാര്യമാർ നാണം കെട്ടു വരും. അതല്ലേ ചോദിക്കുന്നത്? ഏത് ഭാര്യയാണ് ഭർത്താവിന്റെ ചോറ് തിന്നുന്നത്? ഏറ്റവും കാതലായ ചോദ്യമാണ് ചോദിക്കുന്നത്. ഏത് ഭാര്യയാണ് ഭർത്താവിന്റെ ചോറ് തിന്നുന്നത്? ഈ ഭർത്താവ് പോയി അരി ജോലി ചെയ്ത് പൈസ ശമ്പളം മേടിച്ച് കൊണ്ടുവന്ന് അരി, പലചരക്ക് സാധനങ്ങൾ, മലക്കറി, പാല്, തേങ്ങ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും, പഴവർഗ്ഗങ്ങൾ എല്ലാം മേടിച്ചോണ്ട് വെച്ച്, പഴവർഗ്ഗം അല്ലാതെ ഇതിനകത്ത് പാചകം ചെയ്യാത്ത ഏത് സാധനമുണ്ട്? പഴവർഗ്ഗം മാത്രം നമ്മൾ മേടിച്ചോണ്ട് വരുന്നത്, പഴുത്തില്ലെങ്കിൽ അവിടെ വെച്ചിരുന്നാൽ പിറ്റേന്ന് പഴുക്കും, എന്തെങ്കിലും കഴിക്കാം. മേടിച്ചോണ്ട് വരുമ്പോൾ തന്നെ പഴുത്തിയാക്കി അന്നേരം കഴിക്കാം. ഓക്കെ, പഴവർഗ്ഗം കഴിച്ചല്ലല്ലോ നമ്മളെല്ലാം ജീവിക്കുന്നത്. പിന്നെന്താ? നമ്മള് ചോറ്, അതിന്റെ കറികൾ, അതുപോലെ കാപ്പി, അതിനുണ്ടാക്കേണ്ട കറികൾ, ഇതെല്ലാം കഴിച്ചല്ലേ ഇരിക്കുന്നത്. ആ ജോലിയാണ് നമ്മൾ പറഞ്ഞത്, രാവിലെ 6 മണി തൊട്ട് തുടങ്ങുന്ന ജോലി ഏതാണ്ട് വൈകിട്ട് 6 മണിയാകുമ്പോൾ 12 മണിക്കൂറായി. അത് കഴിഞ്ഞാൽ പിന്നെ 10 മണിയാകുമ്പോൾ 16 മണിക്കൂറായി. അപ്പൊ 2 വെച്ച്. എല്ലാ സ്ത്രീകളും രാവിലെ 6 മണിക്ക് അടുക്കള കയറുന്നവര്, ഇടയ്ക്ക് അവർക്ക് 1-2 മണിക്കൂർ റെസ്റ്റ് കിട്ടും. അത് എല്ലാ ആൾക്കാർക്കും ഉള്ള റെസ്റ്റ് ആണത്. അതിപ്പോ മൈക്കാട്ട് പണിക്കാർ വന്നാലും അവർക്ക് റെസ്റ്റ് ഉണ്ട്, മേശരിമാർ വന്നാലും റെസ്റ്റ് ഉണ്ട്, ഇലക്ട്രീഷ്യൻ വന്നാലും പ്ലംബർ വന്നാലും ഇവർക്ക് എല്ലാം റെസ്റ്റ് ഉണ്ട്. അതുപോലെ ഭാര്യ എടുക്കുന്നുണ്ട്, ഒരു വീട്ടിലെ അടുക്കള ജോലിക്കാരി എടുക്കുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന എത്ര തച്ചാ? 2 തച്ചാണ്. രാവിലെ 6 മണിക്ക് കയറുന്ന വെച്ചോ, ചില 4 മണിക്ക് കയറുന്നുണ്ട്. ഈ രാവിലെ ട്രെയിനില് ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്ത് പോയി ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ടെന്നാണ് കേൾക്കുന്നത്. അവരൊക്കെ എത്ര മണിക്ക് എണീക്കണം? അവർ ചോറ് കൊണ്ടുപോകണമെങ്കിൽ എന്തെല്ലാം പ്രിപ്പറേഷൻസ് തലേ ദിവസം തൊട്ടേ തുടങ്ങണം. ട്രെയിനകത്തിരുന്ന് ഈ മലക്കറി അരിയുന്നവരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ലേഡീസ് കമ്പാർട്ട്മെന്റിൽ. അപ്പോഴ് അങ്ങനെ വരെ പ്രിപ്പറേഷൻ ചെയ്ത് നാളത്തേക്കുള്ള കാര്യം ഇന്നേ ചെയ്തിട്ട് കൊണ്ടുപോയി ആ ആഹാരം കഴിച്ച് ഓഫീസ് ജോലിയും ചെയ്ത് ശമ്പളം മേടിച്ചുകൊണ്ട് വരുന്നവര്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവരില്ലേ? അപ്പൊ നമ്മള് ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ വീട്ടില് ഒരു ജോലിക്കാരിയെ കൊണ്ടുവന്നു, അടുക്കള കാര്യത്തിനായിട്ട് കൊണ്ടുവന്നു, നമ്മൾ എത്ര രൂപ ശമ്പളം കൊടുക്കും? നമ്മൾ ഭാര്യമാർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഭർത്താക്കന്മാരുടെ ചോറല്ലേ അവർ തിന്നുന്നത്? ആണ്. അതിന് എത്ര രൂപ വേണ്ടി വരും ഒരു മാസത്തിൽ? ഒരു ദിവസം അവർ കഴിക്കുന്ന ആഹാരം മാക്സിമം ഒരു 100 രൂപയുടെ ആഹാരമായിരിക്കും. കുറച്ചുകൂടെ വലുതായിട്ട് കഴിക്കുന്ന ഒരു റെഡിയാക്കി 125 രൂപയുടെ ആഹാരം കഴിക്കും. അങ്ങനെ പോയാലും 30 ദിവസം എടുത്താൽ 3000 തൊട്ട് 3750 രൂപ വരെ അവർക്ക് ഒരു മാസത്തെ ആഹാരത്തിന് ആവശ്യമുണ്ട്. ഇല്ല, ഇത്ര ആവത്തില്ല. അതിന് കാരണം ഹോസ്റ്റലിലൊക്കെ 3000 രൂപ മേടിക്കുന്നത്, ലാഭം ഉൾപ്പെടെ. പല ഹോസ്റ്റലുകളിലും 3000 രൂപയാണ് ആഹാരത്തിനായിട്ട് മേടിക്കുന്നത്, അല്ല അക്കോമഡേഷൻ വേറെ മേടിക്കും. അപ്പൊ ഈ 3000 രൂപ മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആഹാരം കൊടുക്കുകയല്ലയോ? അല്ലെങ്കിൽ ഇവർക്കൊരു 3500 കൂട്ടിക്കോ, കുറച്ചുകൂടെ സുഭിക്ഷമായ ഭക്ഷണം എന്ന് വെച്ചു 3500 ആവും, അല്ലെങ്കിൽ പോട്ടെ 4000 കൂട്ട്. പക്ഷെ ഒരു വീട്ടുജോലിക്കാർ വന്നാൽ എത്ര രൂപ ശമ്പളം കൊടുക്കേണ്ടി വരും? ഏറ്റവും കുറഞ്ഞ ശമ്പളം കൊടുക്കേണ്ട 12000 രൂപ കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ചിലർക്ക് 20000 കൊടുക്കേണ്ടി വരും. വീട്ടിലെ അംഗങ്ങളെ അനുസരിച്ച് ഇതിനെല്ലാം വ്യത്യാസം വരും, ജോലി അനുസരിച്ച് വ്യത്യാസം വരും. അപ്പൊ ഏറ്റവും കുറഞ്ഞ 12000 രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയുടെ 4.5 ഇരട്ടി ശമ്പളം. പിന്നെ ചിലപ്പോൾ അവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കേണ്ടി വരും, അവർക്ക് അക്കോമഡേഷൻ കൊടുക്കണം, അതുപോലെ തന്നെ അവർക്ക് റെസ്റ്റിന്റെ സമയം കൊടുക്കണം, അതുപോലെ തന്നെ അവർക്ക് ബോണസ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ ചെയ്യുന്നുള്ള സ്ത്രീ ഭാര്യയ്ക്കും. പക്ഷെ ഭാര്യ ചെയ്യുന്ന എന്തുവാ? ഈ പാവം 3500 രൂപയുടെ ഭക്ഷണം കഴിക്കാനായിട്ട് 5 പൈസ ശമ്പളം ഇല്ലാതെ മിനിമം കിട്ടേണ്ട 12000 രൂപയ്ക്കകത്ത് ബാക്കി പൈസ ഭർത്താവിന് കിട്ടിയാണ്, വീട്ടുകാർക്ക് കിട്ടിയാണ്. എന്നാൽ ഈ ഭാര്യമാരെ എങ്ങനെ ഈ നാണം കെട്ട അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ചോറ് കഴിക്കുന്നത്? ഏത് ഭർത്താവിന്റെ ചോറാ ഏത് ഭാര്യ കഴിക്കുന്നത്? വീട്ടുജോലി ചെയ്യുന്ന, അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്ന ഒരു സ്ത്രീയും ഒരു ഭർത്താവിന്റെയും ചോറല്ല കഴിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക.
നിങ്ങൾ അധ്വാനത്തിന്റെ ഒരു അംശം മാത്രമാണ് കഴിക്കുന്നത്. അല്ലാതെ ഒരു ഭർത്താക്കന്മാരുടെ ചോറ് ലോകത്ത് ഈ അടുക്കള ജോലിയും വീട്ടു ജോലിയും ചെയ്യുന്ന ഒരു ഭാര്യമാരും ആരുടെയും ചോറ് തിന്നെന്ന് ഒരു ഭർത്താവോ അല്ലെങ്കിൽ നാത്തൂനോ അല്ലെങ്കിൽ അമ്മാവി അമ്മയോ അല്ലെങ്കിൽ അമ്മാവി അപ്പനോ കുളിര് കോരണ്ട. അവരവിടെ അധ്വാനിക്കുന്നതിന്റെ 4-1 5 മാത്രമാണ് അവർക്ക് ഭക്ഷണത്തിനായിട്ട് ചെലവാകുന്നുള്ളൂ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക. ഈ സത്യം മനസ്സിലാക്കിയ അവന്റെ ചോറാ അവള് തിന്നുന്നത്, എന്റെ അണ്ണന്റെ ചോറാ അവള് തിന്നുന്നത്, എന്റെ അനിയന്റെ ചോറല്ലേ അവള് തിന്നുന്നത്. ഈ തരത്തിലുള്ള അല്ലെങ്കിൽ ഭർത്താക്കന്മാര് എന്റെ ചോറല്ലേ നീ തിന്നുന്നത്, ഞാൻ പറയുന്നത് കേൾക്കണം എന്നൊന്നും പറയാൻ നാക്ക് പൊങ്ങത്തില്ല. അതിനെന്ത് വേണം? തന്ത്രപൂർവം ഭർത്താക്കന്മാരെ അടുക്കള ജോലിയിൽ ഇൻവോൾവ് ആക്കിക്കുക. അതിനൊക്കെയുള്ള മിടുക്കൊക്കെ ഭാര്യമാർക്ക് ഉണ്ടാവണം. എന്നാലേ ഇവരൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യത്തുള്ളൂ. ഞാൻ പഠിച്ച പോലെ എന്റെ ഭാര്യ നിർബന്ധപൂർവ്വം പഠിപ്പിച്ചല്ല, അങ്ങനെ പഠിക്കത്തക്ക രീതിയിലൊരു അവസരം എനിക്ക് കൈവരികയാണ് ചെയ്തു. അതിനുശേഷം അടുക്കള ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബഹുമാനം. അങ്ങേയറ്റം ഞാൻ ബഹുമാനിക്കുന്ന ജോലികളൊന്ന് ഏതാന്ന് ചോദിച്ചാൽ അടുക്കള ജോലിയാണ്. അതിലൊന്നതാണ്. അത് ഉദാത്തമായ ഒരു സങ്കല്പവും കൂടാണ്. കാരണം എന്താ? ഫുഡ് ഈസ് ഗോഡ്. അടുക്കളയുടെ സ്ഥാനം എന്തുവാ? വാസ്തു പറയുന്നത് അടുക്കളയുടെ സ്ഥാനം ഒരു വീട്ടിലെ പ്രാർത്ഥനാമുറിക്കുള്ള അതേ സ്ഥാനമാണ് അടുക്കളയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ആ പ്രാർത്ഥനാമുറിയിൽ നമ്മൾ എന്താ വെക്കുന്നത്? ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവും ഒക്കെ നമ്മൾ യേശുവിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണന്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ദൈവങ്ങളെ ഗണപതിയുടെ ഒക്കെ നമ്മൾ വെക്കും. അപ്പം പ്രാർത്ഥനാമുറിയിൽ ദൈവങ്ങളെ വെക്കുന്നത് പോലെ വാസ്തുവിൽ പറയുന്ന അതേ സ്ഥാനമുള്ള അടുക്കളയിൽ ദേവികളാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകള് എന്നുള്ളതാണ് എന്റെ അസന്നിഗ്ധമായ അഭിപ്രായം. ഒരു കാരണവശാലും എനിക്ക് ആ അഭിപ്രായത്തിൽ മാറ്റമില്ല. അപ്പൊ എന്റെ ഈ അഭിപ്രായം ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇതിനകത്ത് ഏതെങ്കിലും ശരിയുണ്ടെങ്കിൽ ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സ്വീകരിക്കാം, ശരിയല്ലെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് നിരാകരിക്കാം. യാതൊരു പ്രശ്നവുമില്ലല്ലോ. എന്നാലും ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ശരിയുണ്ടോ തെറ്റുണ്ടോ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൊടുക്കാൻ മറക്കരുത്. അതും കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുന്നുണ്ട്, നഷ്ടമില്ലല്ലോ. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ പുതിയ ചാനലായാണ് പറയുന്നത്. ഇന്ന് ആദ്യത്തെ എപ്പിസോഡാണിത്, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഭാവിയിൽ അങ്ങനെ ഞാൻ ആവർത്തിച്ച് എപ്പോഴും പറയത്തില്ല, വല്ലപ്പോഴും മാത്രം നിങ്ങളെ ഞാൻ ഓർപ്പിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണം. നിങ്ങൾക്ക് വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിരുദ്ധ അഭിപ്രായങ്ങൾ എഴുതണം. നിങ്ങൾ കമന്റായിട്ട് എഴുതാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് നെഗറ്റീവ് എഴുതുന്നത് സപ്പോർട്ട് ചെയ്യുന്നതാണ്, പോസിറ്റീവ് എഴുതാനും സപ്പോർട്ടായിട്ട് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റായിട്ട് എഴുതുക. അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലെ ഈ ചാനലിൽ കൂടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്ന നിങ്ങൾ ഒരു ദിവസം ഒരു കാര്യമെങ്കിലും പുതിയതായി പഠിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള വിഷയങ്ങളായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നത് ആ അടുക്കള ജോലികൾ ആഹ്ലാദകരമാക്കുന്ന എങ്ങനെ, പ്രയാസകരമല്ലാതാക്കി മാറ്റുന്ന എങ്ങനെ, അതിനെപ്പറ്റി പ്രായോഗികവും ശാസ്ത്രീയമായിട്ടുള്ള വിശകലനമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും പ്രയോജനം ലഭിക്കാതിരിക്കത്തില്ലെന്നാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം. നന്ദി, നമസ്കാരം.